You've been talking about patience, hoping for everlasting. You're known for talking crazy. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NKL EDITS. NKL EDITSൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു AI ഇൻസ്പയർഡ് ആയിട്ടുള്ള ആ ഒരു ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ആ ഒരു ട്രാൻസിഷൻ നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ഇമേജും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഓവർലേ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഓവർലേ ലിങ്കൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ ടെലഗ്രാം ചാനലിലുണ്ടാവും. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ ഇവിടെ എല്ലാ ഇമേജും ഓഫാക്കിയിടുന്നുണ്ട്. ശേഷം ഞാൻ ഇവിടെ ഫസ്റ്റ് ഇമേജിലേക്ക് പോയിട്ടുണ്ട്. ഫസ്റ്റ് ഇമേജിൽ പോയിട്ട് നമുക്കിവിടെ ഒരു സൂം ട്രാൻസിഷനാണ് കൊണ്ടുവരുന്നത്. ഇനി എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ പോയിട്ട് നമ്മൾ ഈ ഒരു പിഞ്ച് ബൾജ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം റേഡിയസ് നമ്മൾ ഫുള്ളാക്കി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. സ്ട്രെങ്ത്ത് വന്നൊരു സ്ട്രെങ്ത്ത് ഒരു 0ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ആദ്യം. ശേഷം ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, പിന്നെ കുറച്ച് എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ഫുള്ളാക്കി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു കർവ് സെറ്റ് ചെയ്യാം. ശേഷം ബാക്ക് വരാം. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ശേഷം വീണ്ടും എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ബ്ലർ പോയിട്ട് നമ്മൾ മോഷൻ ബ്ലർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മോഷൻ ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ റൊട്ടേറ്റ് പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, കുറച്ച് മാറി ഒരു കീ ഫ്രെയിം ഇതാ ഇതുപോലെ നിങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാ ഇതുപോലെ. റൊട്ടേഷനിൽ ഇതുപോലെ 3 കീ ഫ്രെയിം ആഡ് ചെയ്യാൻ ചെറുതായിട്ടൊന്ന് വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ശേഷം ബാക്ക് വരാം. ശേഷം നമ്മൾ ഇതിലേക്ക് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യുക. ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിന്ന് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യുക. ശേഷം ടൈൽസ് എഫക്റ്റ് മുകളിലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, വേറെ മാറ്റമൊന്നും വരുത്താനില്ല. ശേഷം ബാക്ക് വരെ. നിങ്ങൾക്ക് ഇതിൽ ഷെയ്ക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അത് നമ്മൾ ഓൾറെഡി ഈ ഒരു ചാനലിൽ കുറേ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് സ്ട്രെച്ച് ടു സ്ക്രീൻ കൊടുത്തതിന് ശേഷം ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒന്ന് കട്ട് ചെയ്യുക. ശേഷം ഒന്ന് ഇതുപോലെ സെറ്റ് ചെയ്യുക. അതായത് നമ്മളൊന്ന് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്തെടുക്കുക. ശേഷം ആ ലെയർ സെലക്ട് ചെയ്യുക, എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ പോയിട്ട് ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ മിറർ വന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് വരാം. ശേഷം നമ്മളിതിൽ വീണ്ടും ആഡ് എഫക്റ്റ് പോയിട്ട് വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്യണം. ഇനി മാറ്റേ മാസ്കിൽ പോയിട്ട് ഈ ഒരു വൈപ്പ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ ആംഗിൾ വന്ന് നമ്മൾ 90 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മളതിൻ്റെ എൻഡ് വന്ന് 50ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. 50% സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ഞാൻ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അതിൻ്റെ താഴത്തെ, അതായത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയറിൽ അതിൻ്റെ ആംഗിൾ വന്ന് നമ്മളൊന്ന് കൂടി ഇൻക്രീസ് ചെയ്തൊരു 270 ഒക്കെ സെറ്റ് ചെയ്യുക. അതായത് 270 സെറ്റ് ചെയ്യുക. ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. അതായത് ഈ ഒരു മുകളിലത്തെ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. നമ്മൾ എന്നിട്ട് 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം സെക്കൻഡ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്യുക. ഈ ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ശേഷം ഈ ഒരു കർവ് ഒന്ന് കോപ്പി ചെയ്യുക. ശേഷം ബാക്ക് വരാം. ശേഷം നമ്മൾ അതുപോലെ രണ്ടാമത്തേലും ചെയ്ത് കൊടുക്കുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നിട്ട് 2 കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഇത് ഞാനിതാ ഈ ഒരു ഭാഗത്തേക്കാണ് സെറ്റ് ചെയ്യുന്നത്. ശേഷം ഇതിൽ 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്യുക.
ശേഷം ബാക്ക് വരാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ആയിരിക്കും നമുക്കിപ്പോൾ കിട്ടുന്നുണ്ടാവുക. ശേഷം ആ ഒരു രണ്ട് ലെയറിലും നമ്മൾ ബ്ലർ പോയിട്ട് മോശം ബ്ലർ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഇവിടെ മോശം ബ്ലറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ആയിരിക്കും നമുക്കൊരു സ്പ്ലിറ്റ് ട്രാൻസിഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ശേഷം ഞാൻ കീ ഫ്രെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൻ്റെ കീ ഫ്രെയിം നമ്മളിവിടെ സെൻറ്ററിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഗ്രാഫ് ഇല്ലേന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ അടുത്തതിൻ്റെതും നമ്മൾ അതുപോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ തന്നെ നമ്മൾ അടുത്ത ഗ്രാഫും അടുത്ത കീ ഫ്രെയിമും സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സെൻറ്ററിൽ നിന്ന് വരുന്ന രീതിയിൽ, എന്നാൽ മാത്രമേ ആ ഒരു സൂമും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ലഭിക്കുള്ളൂ. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ഈ ഒരു ലെയറാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ലെയർ ചെയ്യുന്നതിന് മുമ്പട്ടെ നമ്മൾ ഈ ഒരു ലെയർ ആദ്യം നമ്മൾ ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം നമ്മൾ സ്ട്രെച്ച് ടു സ്ക്രീൻ കൊടുക്കുക. ആഡ് എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. വൈപ്പ് എഫക്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ആംഗിൾ വന്ന് നമ്മൾ 90 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം നമ്മളിവിടെ എൻഡ് വന്ന് നമ്മളൊരു 50യിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എൻഡ് വന്ന് 50. ഓക്കെ, ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ആ നേരത്തെ ചെയ്ത പോലെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിൻ്റെ വൈപ്പിൻ്റെ ആംഗിൾ നമ്മളൊരു 270യിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം ബാക്ക് വരാം. ഇനി ഇവിടെ എൻഡിൽ വന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം എന്നിട്ട് നമ്മളിതാ ഇനി ഒരു 2 ഇമേജ് ഞാൻ ഇവിടെ മുകളിലേക്ക് ഇടുന്നുണ്ട്. ഓക്കെ, ഇതാണ് ആ ഒരു 2 ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക, ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം ആ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് മാസ്കിൽ മാസ്ക് ചെയ്യുക. ശേഷം നമ്മൾ ആ ഒരു ഇമേജ് നിങ്ങൾ ആ ഒരു റെക്റ്റാങ്കിളിൽ കറക്റ്റായിട്ട് ഒബ്ജക്റ്റ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ശേഷം ആ ഒരു റെക്റ്റാങ്കിളും ആ ഒരു ഇതും തമ്മിലൊന്ന് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ശേഷം നമ്മളിതിന് അടുത്തതാണ് ചെയ്യേണ്ടത്. അടുത്തൊരു ഇമേജും ആ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. ശേഷം ആ ഒരു റെക്റ്റാങ്കിൾ വന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ മാസ്കിൽ മാസ്ക് ചെയ്യുക. ശേഷം നമ്മൾ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇമേജ് ഏത് രീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം അത് രണ്ട് സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യാം. രണ്ട് സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ആൻഡ് മാസ്ക്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ശേഷം അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മളിതാ ഈ ഒരു ഓവർലേ ആഡ് ചെയ്യണം, ഈ ഒരു വൈറ്റ് ഓവർലേ. ശേഷം നമ്മൾ അതിനൊരു ഷേഡോ എനേബിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആൽഫ 1 ഞാനിവിടെ 0 തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ആ ഒരു ഓവർലേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കളറ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ സോൾഡ് കളർ എന്ന് പറഞ്ഞിട്ടില്ലതിൽ പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ കളറ് മാറ്റാൻ കഴിയും. ഏത് കളർ വേണമെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക. ഏത് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം ഈ ഒരു കളർ വൈറ്റ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ സോൾഡ് കളറിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഷേഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനനുസരിച്ച് ഇവിടെയും ഒരു മൂവ് എഫക്റ്റ് കൊണ്ടുവരണം. ഇനി ഒരു മുകളിലത്തെ ഈ ഒരു ലെയർ, താഴത്തെ ലെയർ ഞാൻ ഓഫാക്കിയിടുന്നുണ്ട്. ഈ ഒരു മുകളിലത്തെ ലെയർ സെലക്ട് ചെയ്യുക. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. കുറച്ച് മാറി ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഞാൻ കുറച്ച് മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഇത് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു ഗ്രാഫ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ഗ്രാഫ് ഒന്ന് കോപ്പി ചെയ്യാം. ശേഷം ബാക്ക് വരാം. ശേഷം ഞാൻ അതിൽ 2 എഫക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ ആഡ് ചെയ്ത പോലെ തന്നെ ടൈൽസും മോഷൻ ബ്ലറും. ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിലൊന്ന് ടൈൽസ് ആഡ് ചെയ്ത്
മിറർ എനേബിൾ ചെയ്ത് കൊടുത്തു, വീണ്ടും ആഡ് എഫക്റ്റ് പോയി, ബ്ലർ പോയിട്ട് ഇതാ ഇവിടെ ഒരു മോഷൻ ബ്ലർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു ഇമേജും കൂടി കൊണ്ടുവരണം. അടുത്ത ഇമേജിൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ നേരത്തെ ഏത് ഭാഗത്തു നിന്നാണോ സെറ്റ് ചെയ്തത് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ശേഷം ഗ്രാഫ് പേസ്റ്റ് ചെയ്യുക. നേരത്തെ ആഡ് ചെയ്ത 2 എഫക്റ്റും വന്ന് ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയതാ, നമുക്ക് ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതായത് കണ്ടിന്യൂഷൻ ആയിട്ട് കറക്റ്റായിട്ട് നമുക്കിപ്പോൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഇമേജ് എൻ്റെ വരെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വരെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഇനി നമ്മൾ ആദ്യം ഒരു ഇമേജ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഇമേജ് ആഡ് ചെയ്യാം. ഓക്കെ, ശേഷം ഈ ഒരു ഓവർലേയും ആഡ് ചെയ്യും. ഈ ഒരു ഓവർലേ ഒക്കെ നമ്മൾ മുമ്പേ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഓവർലേ മുമ്പേ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി അപ്ലോഡ് ഇന്ന് തന്നെ ഞാൻ ടെലഗ്രാം ചാനലിൽ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതാ ഈ ഒരു ഓവർലേ, ഈ ഒരു സെൻറ്ററിൽ ആഡ് ചെയ്ത് ഈ ഒരു ഓവർലേയും ആഡ് ചെയ്യാം. ഈ 2 ഓവർലേയും ഞാൻ ഇന്ന് എൻ്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിന് പകരം വേറെ ഓവർലേ നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ച് വേറെ ഓവർലേ യൂസ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഞാനിതാ അതിൻ്റെ വർക്കിലേക്ക് പോവാണ്, ആ ഒരു ഓവർലേയുടെ. അപ്പോൾ ഞാനിതാ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഇമേജ് ഇതിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്യണം. അതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആവുന്ന ഇമേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്താൽ മതി. അതായത് സൂം ഔട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ചില ഇമേജ് നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല. അപ്പം നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ടിപ്പാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഒരു റെക്റ്റാങ്കിൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഈ ഒരു സൈസ് സെറ്റ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, ഇതുപോലെ കറക്റ്റ് ഇതിൻ്റെ സൈസ് സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഫോട്ടോ വന്ന് നമ്മളിതാ ഈ ഒരു ഫോട്ടോയും ഈ ഒരു റെക്റ്റാങ്കിൾ തമ്മിൽ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്താൽ മതി. ഓക്കെ, ഇതൊരു ടിപ്പാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ ഫോട്ടോ അതിന് കണക്കാവുന്നതാണെന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് സൂം ഔട്ട് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുവന്നാലും മതി. ഓക്കെ, ഈ ഫോട്ടോ എൻ്റെ വരില്ല. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു 2 ലെയർ സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ആൻഡ് മാസ്ക് അല്ല, വേറെ ഗ്രൂപ്പാണ് ചെയ്യേണ്ടത്. ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളെന്താ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കളർ മാറ്റണം. വൈറ്റ് കളർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, വൈറ്റ് എന്തോ ഒരു ബോറായിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ ഫ്രെയിമിന് ആ ഒരു വൈറ്റ് കളർ ചേരുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അതായത് ആ ഒരു ഫ്രെയിമിൻ്റെ കളർ ചേരുന്നില്ല തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫ്രെയിം സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ കളർ ലൈറ്റിൽ വന്ന് താഴേക്ക് വന്നാൽ സോൾഡ് കളർ എന്ന് പറഞ്ഞിട്ട് കാണാം. ആ ഒരു കളറിൽ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതുപോലുള്ള റോസ് കളറോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്താൽ ഞാൻ ഒരു റോസ് കളർ ഇപ്പോൾ ആഡ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലുള്ള നിങ്ങൾക്ക് കളർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. തൽക്കാലം ഞാനിവിടെ വൈറ്റ് തന്നെയാണ് ആഡ് ചെയ്യുന്നത്, ഞാൻ കളറൊന്നും മാറ്റത്തില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓൾറെഡി അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ശേഷം ഞാൻ ഇവിടെ ബോർഡർ ആൻഡ് ഷാഡോ പോയിട്ട് ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വാല്യൂ കുറച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്, ഷാഡോവും കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലെയർ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു സൈഡിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഈ ഒരു സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. 3Dയിൽ പോയിട്ട് നമ്മൾ ഈ ഒരു പേജ് ഈ ഒരു എഫക്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇനി ഇതിൽ കീ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അതിന് മുമ്പോട്ടെ റേഡിയസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അല്ല ഡിക്രീസ് ചെയ്യുന്നുണ്ട്, റേഡിയസ് ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ,
ശേഷം ആംഗിൾ ഞാൻ കുറച്ചൊന്ന് ഒരു 53 ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം താഴേക്ക് വന്നിട്ട് ഇതാ ഈ ഒരു കളറിങ് ഫുള്ള് മൈനസ് ചെയ്തോളൂ ആൽഫ. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ മുകളിലേക്ക് വന്നാൽ പ്രോഗ്രസ്സിൽ നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക, ഫസ്റ്റും എൻഡിലുമായിട്ട്. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ കുറച്ചൊരു 37 ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഇതാ ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ശേഷം ആ ഒരു കർവ് വന്നൊന്ന് കോപ്പി ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഇനി നിങ്ങൾക്ക് വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. വീണ്ടും നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. സ്കെയിൽ ടൂൾ പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിന് കുറച്ച് മുന്നിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0ലേക്ക് സെറ്റ് ചെയ്തിട്ട് ആ 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. വീണ്ടും നമ്മളിവിടെ റൊട്ടേഷനിൽ പോയിട്ട് നമ്മൾ നേരത്തെ ആഡ് ചെയ്തപോലെ സൂമിൽ ആഡ് ചെയ്തപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം ഇവിടെ സെക്കൻഡുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂവിൽ നമ്മൾ ചെറുതായിട്ടൊരു മാറ്റം വരുത്തി കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു ആംഗിളാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്യുക. ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം അതിലും 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതാ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ ഒരു സൂം വേണ്ടാന്നുണ്ടെങ്കിൽ സൂം ആഡ് ചെയ്യണമെന്നില്ല. ഓക്കെ, ആ ഒരു സൂം ആഡ് ചെയ്യണമെന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഈ ഒരു സൂം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സൂം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂം കളയാം. ഓക്കെ, നിങ്ങൾക്ക് ഇത് മാത്രമേ വേണ്ടൂ, അതായത് ഇങ്ങനെ മാത്രമേ വേണ്ടൂ എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തിട്ട് വീണ്ടും ആഡ് എഫക്റ്റ് പോയിട്ട് നിങ്ങൾക്ക് ഇതാ ഇവിടെ ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റിയിൽ ഫെയ്ഡ് ഇൻ ആൻഡ് ഫെയ്ഡ് ഔട്ട് എന്നില്ല, ആ ഒരു എഫക്റ്റിൽ ഔട്ട് ഫുൾ കുറച്ചിട്ട് ഇന്ന് വേണമെങ്കിൽ നമുക്കൊരു 20 സെക്കൻഡൊക്കെ കൊടുത്താൽ ഇതാ ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഞാൻ തൽക്കാലം ഇവിടെ സൂം തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ തൽക്കാലം ഇവിടെ സൂം തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഓവർലേ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഇത് വരുമ്പോൾ നിങ്ങൾക്ക് ആ മറ്റേ ഹാർട്ടൊക്കെ തെറിക്കുന്ന രീതിയിലുള്ള ഓവർലേ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കാരണം നമ്മൾ ആ ഒരു ഓവർലേസ് ഒക്കെ നമ്മൾ മുമ്പത്തെ ട്യൂട്ടോറിയലിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ടെലഗ്രാം ചാനലിലുള്ളത്. പിന്നെ കുറേ ഇമോജീസും നമ്മൾ ആ ഒരു ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആവശ്യമായ കുറച്ച് സ്ക്രീൻ പാക്ക്, അതായത് നിങ്ങൾക്ക് എഡിറ്റിങ്ങിന് ആവശ്യമായ കുറച്ച് സ്ക്രീൻ പാക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ ഷോർട്സ് ആയിട്ട് കുറച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ കുറച്ച് ചെറിയ വീഡിയോസ്, അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലൈറ്റ് റൂമിൻ്റെ പ്രിസെറ്റ് നമ്മൾ റീലാക്കി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. അത് ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് റൂമിൻ്റെ ഒരു കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇടാറുമുണ്ട്. നിങ്ങളതൊന്ന് നോക്കിയാലും മതി. അതുപോലെ തന്നെ നമ്മൾ ഈ VN ആപ്പിൻ്റെ കുറച്ച് ട്രാൻസിഷനൊക്കെ പരിചയപ്പെടുത്തിയിട്ട് നമ്മളൊരു ഷോർട്സും പിന്നെ ഇൻസ്റ്റയിൽ റീലും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.